വനനിയമ ഭേദഗതിയിൽ ആശങ്കകൾ പരിഹരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ജോസ് കെ മാണി MP. കേരള കോൺഗ്രസ് എം നേതാക്കൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കർഷകർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് ജോസ് കെ മാണി പറഞ്ഞു. വനമന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. ജോസ് കെ മാണിയും കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാക്കളും അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരള കോൺഗ്രസിന്റെ അതൃപ്തി ജോസ് കെ മാണി ഈ വിഷയത്തിൽ തുറന്നു പറഞ്ഞു. ഈ വാറണ്ട് ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് ഈ ആളുകളെ അറസ്റ്റ് ചെയ്യാം, ഈ വനനിയമം ലംഘിക്കുന്നതിനെ അറസ്റ്റ് ചെയ്യാമെന്ന ഭേദഗതി അടക്കം അതിലുള്ള എതിർപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. കാരണം മന്ത്രിസഭയിൽ ഭാഗമായ LDFന്റെ ഒരു ഘടകകക്ഷി കൂടിയാണ് കേരള കോൺഗ്രസ് എം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തലത്തിൽ അത് പാർട്ടി മുന്നണി സംവിധാനത്തെ, മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ ആശങ്കകൾ ഉയരുന്നുണ്ട്. കാരണം വനം ഭേദഗതി നിയമം വനം മന്ത്രി ഏതാണ്ട് പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? അതൃപ്തി പരിഹരിക്കാനായോ മുഖ്യമന്ത്രിക്ക് കേരള കോൺഗ്രസിന്റെ? കേരള കോൺഗ്രസ് നേതൃത്വം അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറത്തേക്ക് വന്നു. അവർ പറഞ്ഞത് ഇതിലെ കർഷക വിരുദ്ധമായി തങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവും തുടർന്ന് ഉണ്ടാകില്ല, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കും എന്ന കാര്യം മുഖ്യമന്ത്രി ഉറപ്പായി നൽകി എന്ന ഒരു വിശദീകരണമാണ് ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം നേതാക്കളും നൽകുന്നത്. ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കർഷകരുടെ ഭൂമി വനഭൂമിയായി പോകുമോ എന്ന ആശങ്ക ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിതാധികാരം നൽകുന്നു. ബീറ്റ് ഓഫീസർ വരെ ഉള്ളവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നു. നേരത്തെ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അവർക്ക് അത്തരത്തിലുള്ള അധികാരം നൽകുന്നത് കർഷകരെ സംബന്ധിച്ച് വെല്ലുവിളിയാകും. കള്ളക്കേസുകളിൽ ഉൾപ്പെടെ അവരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അമിത അധികാരത്തിന്റെ പ്രയോഗമുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. വനം മന്ത്രിയെ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ഒരു പരാമർശം കൂടി ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കേന്ദ്ര വനം നിയമവുമായി ഇപ്പോഴുള്ള ഭേദഗതിക്ക് യാതൊരു ബന്ധവുമില്ല. നേരത്തെ തന്നെ സംസ്ഥാനം പാസാക്കിയിട്ടുള്ള നിയമമുണ്ട്. ആ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള നടപടിയുമായാണ് ഇപ്പോൾ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇക്കാര്യം റോഷി അഗസ്റ്റിൻ, അദ്ദേഹം മന്ത്രിസഭയിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. കർഷകരുടെ ആശങ്കകൾ വിശദീകരിച്ചു. വൈദികരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന വനം മന്ത്രിയുടെ പരാമർശമുണ്ടായിരുന്നു. അതും ജോസ് കെ മാണി തള്ളുകയാണ്. കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്, കർഷകരുടെ ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. അക്കാര്യത്തിൽ തിരുത്തലുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായിരുന്നാലും രഞ്ജിത്ത്, ഈ വിഷയത്തിൽ വനം ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ തർക്കം മന്ത്രിസഭയ്ക്കുള്ളിൽ ഉണ്ട്, മുന്നണിക്കുള്ളിൽ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതൃത്വം പങ്കുവയ്ക്കുന്നത്. ഇതുകൊണ്ട് പരിഹരിക്കാനാവുന്ന ഒരു പ്രശ്നമാണോ കേരള കോൺഗ്രസിന്? കാരണം മലയോര പാർട്ടിയാണ്. കർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ വലിയ പ്രതിഷേധമുണ്ട്. താമരശ്ശേരി ബിഷപ്പ് സർക്കാരിന്റെ രംഗത്ത് വന്നിട്ടുണ്ട്. വനമന്ത്രിയാകട്ടെ പരിഹാസ രൂപേണ കേരള കോൺഗ്രസിന്റെ മന്ത്രിയോട് ഇന്ന് അദ്ദേഹത്തെ പരാമർശിക്കുന്നത് കണ്ടു. അങ്ങനെ വരുമ്പോൾ അസംതൃപ്തി വളരെ വേഗം പരിഹരിക്കാനാവില്ല. അതിന് CPM മുൻകൈ എടുക്കണം, മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം. വനനിയമത്തിൽ ഭേദഗതി അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ളതല്ലേ വിനോദ്? തീർച്ചയായും ഇക്കാര്യത്തിൽ വലിയ വിട്ടുവീഴ്ചകളിലേക്ക് വനം വകുപ്പ് പോകുമെന്ന് കരുതുക വയ്യ. എന്നാൽ പബ്ലിക് ഹിയറിംഗ്, അതായത് പൊതുജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായം കേൾക്കാനുള്ള തീരുമാനം, അത് വലിയ തോതിൽ ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. എങ്കിൽ തന്നെയും കാര്യമായ ഒക്കെ തന്നെയും പ്രതീക്ഷിക്കുക വയ്യ. അങ്ങനെയെങ്കിൽ ഇത് മുന്നണിയിൽ വലിയ വിഷയമായി മാറും. കേരള കോൺഗ്രസ് എമ്മിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. സഭാ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് പോകാൻ വലിയ പ്രയാസമുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് മുന്നണിയിൽ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമായി ഒരുപക്ഷെ മാറില്ല. അവിടെയാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ഇടപെടൽ നിർണായകമാകുന്നത്. ഏതായിരുന്നാലും വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമായി ഇത് തീരാനിടയില്ല. രഞ്ജിത്ത്, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.